ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഈവനിങ് ടു മോർണിംഗ്, അതായത് വൈകുന്നേരം മുതൽ മോർണിംഗ് വരെയുള്ള ഒരു കുറച്ച് ചെറിയൊരു വ്ളോഗാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈവനിങ് ഞാൻ രാത്രി ഉണ്ടാക്കുന്ന ഫുഡെന്ന് പറഞ്ഞാൽ അപ്പവും പിന്നെന്താണ് ചമ്മന്തിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അപ്പവും ചമ്മന്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ തന്നെ എനിക്ക് ദോശയ്ക്ക് അരയ്ക്കാനുണ്ട്. അപ്പോൾ അരയ്ക്കാനൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഞാൻ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു, രാവിലെ എല്ലാം ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ നല്ല ചൂട് അപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അമ്മ പറഞ്ഞു തന്ന മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പം സാധാരണ ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയാവുന്നതല്ല, പക്ഷേ ഇപ്പോൾ അമ്മ കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു മോഡലിൽ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് അപ്പമാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഇതുപോലെ ഇരുന്നുണ്ടോ. ഞാൻ പൂ പോലത്തെ അപ്പം നോക്കിയതാണ്. പൂ പോലത്തെ ഷേപ്പ് ഏതാണ്ടൊക്കെ വന്നു, എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് ആട്ടിയിട്ട്, അരിയും ഉഴുന്നും ഉലുവയൊക്കെ കൂടെ ഇട്ടതാണ് വെള്ളത്തിൽ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ആട്ടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. അപ്പം നാളെ ദോശ ഉണ്ടാക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരുപാട് ജോലിയാണ്. നമ്മൾ അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ജോലിയാണ് അല്ലേ, അത് നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ആട്ടിയൊക്കെ വയ്ക്കുകയാണ് കേട്ടോ. അതിനിടയിൽ പിന്നെ ഇവരുടെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എന്താണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഇവരെ വിടാനുള്ള തയ്യാറെടുപ്പ്, പിന്നെ എനിക്ക് ഓഫീസിലോട്ട് പോകണം. അങ്ങനെ ചെറിയ ചെറിയ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. കല്യാണത്തിന് മുന്നേ സാധാരണ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. കല്യാണത്തിന് മുന്നേ ആട്ടാനും ഒന്നിനും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് ആട്ടാനും എല്ലാം എക്സ്പേർട്ടായി കേട്ടോ. അപ്പത്തിന് വലിയ കുഴപ്പമില്ല, പക്ഷേ ദോശയ്ക്ക് നന്നായിട്ട് അരയ്ക്കാറുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ കിട്ടും കേട്ടോ. ഞാൻ കറക്റ്റ് അളവിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ അരച്ച് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. ഞാൻ സാധാരണ ഒരു പരന്ന പാത്രത്തിലാണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഭാവിയിലായാലും നമുക്കത് ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ ദോശയൊക്കെ ഞാൻ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് പിടിച്ച ഇതാണ്. പിന്നെ അതിനിടയിൽ ഞാൻ അവിടെ എല്ലായിടും ഒന്ന് ക്ലീൻ ആക്കിയിടും. കാരണം എനിക്ക് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടുന്നത് എൻ്റെ ഒരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്തില്ലെങ്കിലും ഞാൻ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇടും. അപ്പോൾ ഞാൻ അരച്ചതും ആ മാവൊക്കെ തെറിച്ച ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ അത് ബാക്കി കഴുകാനുള്ള പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ ജോലിയും ചെയ്യാം, പക്ഷേ പാത്രം കഴുകാനാണ് ഏറ്റവും വലിയ പാട്. കാരണം എന്നെ സംബന്ധിച്ചാണോ അതോ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ, എങ്കിൽ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെല്ലാം കഴിഞ്ഞ് വാഷ് ബേസിൽ നോക്കുമ്പോൾ ഒരു 100 കൂട്ടം പാത്രം കാണും. പാത്രം കഴുകാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഏർപ്പാടാണ് പാത്രം കഴുകുന്നത്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് പാത്രം കഴുകിയേ പറ്റൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ്. ചെറിയ മടിയും ഉണ്ട്, പക്ഷേ പിന്നെ കഴുകും. നമ്മളൊരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നിൽക്കണമല്ലോ. അങ്ങനെയാണ്. അങ്ങനെ ആ പാത്രമൊക്കെ കഴുകി ഒന്ന് സെറ്റായതിന് ശേഷം വേണം എനിക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു, മക്കൾക്ക് എന്നും രാത്രി ഓരോ മുട്ട പൊരിച്ചു കൊടുക്കും കേട്ടോ. കുറച്ച് ചിലപ്പം സവാള ഇടാതെ പൊരിക്കും, അല്ലെങ്കിൽ സവാള ഇട്ട് പൊരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് 2 പേർക്കും 2 മുട്ട പൊരിച്ച് ചോറ് കൊടുക്കുക. അവർ ചോറാണ് കഴിക്കുന്ന രാത്രി കേട്ടോ. അപ്പോൾ അവർക്ക് ചോറും കൊടുത്തു. ഞങ്ങൾക്ക് കാപ്പിയാണ്, അമ്മയ്ക്കും എനിക്കും ഏട്ടനും കാപ്പിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പവും ചമ്മന്തിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു സെറ്റാക്കി. ഇനി അവരെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് വേറെ പരിപാടിയൊന്നുമില്ല, ഒരു സിനിമ കാണണമെന്നുണ്ട്. കാരണം നമുക്ക് ഒരു അവധി ദിവസമൊക്കെ വരുമ്പോൾ നമുക്ക് ഫിലിം കാണാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കണം. അപ്പോൾ ഇന്നൊരു ഫിലിമൊക്കെ കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ ഞാൻ കിച്ചണൊക്കെ നല്ല അടിപൊളിയാക്കി ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്ലീനാക്കി അതിന് ശേഷം ഞാൻ വന്ന് കഴിക്കാനുള്ളത് ഞാൻ മക്കൾക്ക് കൊടുത്തു കേട്ടോ. മക്കൾക്കും കൊടുത്തു, ഏട്ടനും കൊടുത്തു, അമ്മയ്ക്കും കൊടുത്തു. അതിന് ശേഷം ഞാൻ വന്ന് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ കുറച്ച് രാവിലത്തെ ചൂരയുടെ തല ഉണ്ടായിരുന്നു കേട്ടോ. തലയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തലക്കറി എന്ന് പറയുന്നത്. അപ്പോൾ ആ തലയാണ് ഞാൻ ഈ വെട്ടി വിഴുങ്ങുന്നത് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല, പേടിച്ചിട്ടും കാര്യമില്ല. കാരണം എനിക്കിത് ഇഷ്ടമുള്ള സാധനമാണ്. ഞാൻ എത്ര വലിയ തല കിട്ടിയാലും ഞാൻ പതുക്കെ ഇരുന്ന് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണ്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ തലയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ല, കണ്ണും അകത്തിരിക്കുന്ന ആ ഒരു സത്തൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ച് അപ്പവും ഇതൊക്കെ കൂടെ അങ്ങ് കഴിക്കുകയാണ്. ടി വിയും കാണുന്നുണ്ട് കേട്ടോ അതിനിടയിൽ. പിന്നെ ടി വി കാണുന്ന സീനാണ് ഇതൊക്കെ കേട്ടോ. അവർ ഫുഡൊക്കെ കഴിഞ്ഞു ടി വി കാണുന്ന ഏതോ ഒരു സിനിമയാണ്. പിന്നെ ഞാനും കണ്ടുകൊണ്ടിരുന്നു, കൂടെ ഇരുന്നു കേട്ടോ. നല്ല മിന്നൽ മുരളിയുടെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അതിനിടയിൽ എനിക്ക് മധുരം കഴിക്കാനുള്ളൊരു ക്രേവിങ്സ് കൂടി. ഞാൻ ഫ്രിഡ്ജിലിരുന്ന് പായസമൊക്കെ എടുത്തുകൊണ്ട് വന്നു, ഒരു ബൗളിലാക്കി അത് കുറച്ച് ഇങ്ങനെ അതിലോട്ട് എടുത്തു. എന്നിട്ട് ഞാൻ ഓവനിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി. അപ്പോൾ എൻ്റെ അടുത്ത് ഏട്ടൻ ചോദിക്കുകയാണ്, നിനക്ക് ഈ മധുരം തീറ്റി ഒന്ന് നിർത്തിക്കൂടെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഇത് വേറൊന്നുമല്ല, അരവണയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ
ഇതാ ഓവനിൽ വെച്ച്, ഓവനിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഓവനിൽ വെച്ച് പെട്ടെന്നൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതും കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല. ഇനി പിറ്റേന്ന് രാവിലത്തെ കാര്യമാണ്. പിറ്റേന്ന് രാവിലെ എണീറ്റ് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ജനലൊന്ന് തുറന്നിടും. കാരണം ശുദ്ധവായു അകത്ത് കയറണമല്ലോ. അതെൻ്റെ ഒരു മസ്റ്റ് ഏർപ്പാടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അങ്കത്തട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം ഈ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കുറേ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വെച്ചു കേട്ടോ. സെറ്റാക്കി അതാത് സ്ഥലങ്ങളിലൊക്കെ വെച്ചു. പിന്നെ ഉണ്ടായിരുന്ന വേറെ പാത്രങ്ങളൊന്നും കഴുകാനൊന്നും ഇല്ലായിരുന്നു. ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് കേട്ടോ ഇന്നുള്ളത്. ദോശയാണ് കേട്ടോ. ഞാൻ ഇന്നലെ ആട്ടി വെച്ചു എന്ന് പറഞ്ഞില്ലേ, ആ മാവാണ് എടുത്തത്. അത് ദോശയും ചുട്ട് അതിനുള്ള കറിയും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഫ്രിഡ്ജിൽ നിന്ന് സവാള അരിഞ്ഞതും ഉള്ളി പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉള്ളിയും ഒക്കെ പൊളിച്ച കവറുകളും എന്തൊക്കെയോ കിടന്ന് തപ്പുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ രാവിലെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ മൊത്തത്തിൽ തിരക്കല്ലേ. അവരെ വിടണം, പിള്ളേരെ വിടണം, അതിനിടയിൽ ഫുഡ് റെഡിയാക്കണം, പിന്നെ അതിനിടയിൽ ഓഫീസിലോട്ട് പോകണം, 9:30 അവിടെ എത്തണം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ എല്ലാ കാര്യവും നടക്കണം. എല്ലാ കാര്യവും നമുക്ക് നടക്കുകയും വേണം, നമുക്കും പോകണമല്ലോ എന്തായാലും. അപ്പം അങ്ങനെ നമ്മൾ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ലൈഫാണ് കേട്ടോ. നമ്മൾ രാവിലെ ആകുമ്പോഴേ നമുക്ക് അവധി ദിവസമൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. പിന്നെ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ അലോവേരയുടെ ജെല്ലാണ് ഞാൻ ഈ തേക്കുന്നത്. ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ കുളിക്കുന്നത് വരെ ഞാൻ ഈ ഒരു അലോവേര ജെല്ല് മാത്രമായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ടിരിക്കും. ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും, നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ ആയിരിക്കും, ഒരു ഫിനിഷിങ്ങും ഒക്കെ കാണും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക, അല്ലെങ്കിൽ സാധാരണ നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക. ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് കഴുകുന്നത് കേട്ടോ, ഇളം ചൂടുവെള്ളം. അപ്പോൾ ഇത് തേച്ചിടുമ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അലോവേര ജെൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്, ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ ദോശയ്ക്കൊക്കെ ഒന്ന് മാവൊക്കെ ഒന്ന് കലക്കി, ഉപ്പൊക്കെ നേരത്തെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ നോക്കി. ഞാനിങ്ങനെയാണ് ഉപ്പൊക്കെ ഇടുന്നത് നോക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് കലക്കി ദോശയുടെ പാനൊക്കെ വെച്ചു, അടുപ്പിൽ വെച്ചു. പിന്നെ എണ്ണയൊക്കെ തൂകി പറ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. ദോശയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഞാൻ ആട്ടുന്നത് കൊണ്ട് പറയുന്നതല്ല, ഞാൻ ആട്ടുന്ന ദോശ മാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ഉണ്ടാക്കി കഴിക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കിട്ടുന്നത് കേട്ടോ, നല്ല മുരിഞ്ഞ നല്ല ദോശയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പറയും, നീ ഇതെങ്ങനെ ഈ ദോശ നീ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് അമ്മ പറയാറുണ്ട്. അമ്മ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അമ്മ ഇതൊക്കെ നോക്കുമ്പോൾ പറയും, സൂപ്പറായിട്ട് നീ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയും. പിന്നെ അതിനിടയിൽ ഞാനത് ചമ്മന്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു അല്ലേ ഗൈസ്? നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്കൊരു പിടിയില്ല. കാരണം നമുക്കൊരു ചമ്മന്തി എന്നുള്ളൊരു കറി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു മുട്ടക്കറി ആയാലും കിഴങ്ങ് കറി ആയാലും എല്ലാത്തിനും നമ്മൾ അരിഞ്ഞും വറക്കിയും എല്ലാം സെറ്റാക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. പക്ഷേ ഒരു ചമ്മന്തി കറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തേങ്ങ തിരുകുക, വേണമെങ്കിൽ ഉള്ളിയോ കറിവേപ്പിലയോ അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ടാൽ മതി. നമ്മൾ ശകലം മുളക് പൊടി ഇട്ട് അരച്ചാലും നമുക്ക് അത് ചമ്മന്തിക്കറി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പ ജോലിയാണ് ഞാൻ രാവിലെ ചെയ്യുന്നത് കേട്ടോ, രാവിലത്തെ പരിപാടി. അപ്പം ചമ്മന്തിക്കറിയൊക്കെ ഒന്നുണ്ടാക്കി സെറ്റാക്കി, അതിനിടയിൽ ദോശ. 2 കൈയാണെങ്കിലും നമ്മൾ പല 100 കാര്യങ്ങൾ ചെയ്യുന്നതാണ് അമ്മമാർ അല്ലേ. ആ അമ്മമാരിലേക്ക് എത്തുന്നത് നമുക്ക് ഒരു കുറേ എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പോൾ ഇതും എനിക്കൊരു എക്സ്പീരിയൻസിലൂടെയാണ്. അപ്പോൾ അതിനിടയിൽ അമ്മ ഫുഡായോ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയ്യ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ ആയോ എന്ന് അമ്മ നോക്കുന്നുണ്ട്. പിന്നെ അതിനിടയിൽ ഏട്ടൻ വന്ന് ഫുഡായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി എണീറ്റത്. അതിനിടയിൽ വാഷിംഗ് മെഷീനിൽ തുണികളെല്ലാം ഡെയിലി ഒരു സ്റ്റെപ്പ് ഞാൻ തുണികളിടും കേട്ടോ. വാഷിംഗ് മെഷീനിൽ ഒരു സ്റ്റെപ്പ് ഞാൻ ഇടും. കാരണം പിള്ളേരുടെ ഒക്കെ തുണികൾ ഒരുപാട് കാണും. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കഴുകണമെങ്കിൽ അതിനകത്ത് ഇട്ടാകുമ്പോൾ ഒന്ന് സെറ്റാക്കി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടും. പക്ഷേ വൈറ്റ് കളറിലുള്ള തുണികളെല്ലാം ഞാൻ വാഷിംഗ് മെഷീനിലല്ല ഇടുന്നത്. വൈറ്റ് കളറിലുള്ളതൊക്കെ ഞാൻ അല്ലാതെ കല്ലിൽ കൊണ്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അത് ഇടുമ്പോൾ അത് അവിടെ കിടന്നങ്ങ് ആവുമല്ലോ എന്നും പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അല്ലാതെ കുറച്ച് കഴുകിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഡ്രസ്സിൻ്റെ മുകളിൽ കൊണ്ടിടും കേട്ടോ. ഡ്രസ്സിൻ്റെ മുകളിൽ കൊണ്ടിട്ട് നല്ല വെയിലായിരിക്കും. നല്ല വെയിൽ സമയത്തൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും.
അപ്പോൾ അങ്ങനെ പിന്നെ ആ കല്ലിൽ കൊണ്ടിട്ട് കുറേ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിതാ ഇവിടെ കൊണ്ടിട്ട് കല്ലിൻ്റെ മൂട്ടിൽ കൊണ്ടിട്ട് ഇതാ കഴുകുന്നുണ്ട്. തുണികൾ അത് വൈറ്റാണ് കേട്ടോ, വൈറ്റ് ഷെയ്ഡ്, പിള്ളേരുടെയൊക്കെ വൈറ്റാണ്, പ്യോർ വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് കഴുകിയാലേ അതൊക്കെ ഫിനിഷിങ് കിട്ടത്തുള്ളൂ. നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടാൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വാഷിംഗ് മെഷീനിലിട്ടാൽ പ്യോർ വൈറ്റ് ആയിട്ടുള്ള തുണി പ്യോർ വൈറ്റ് ആയിട്ട് കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെങ്ങനെയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ, എനിക്കറിഞ്ഞൂടാ. കാരണം ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കി പഴുക്കൊന്നും പോയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതുപോലെ കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകുമായിരുന്നു. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, കാരണം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുക്കുന്ന സമയം മോർണിംഗ് ടൈമായിരുന്നു, ആ വീഡിയോ എടുക്കുന്ന ടൈം, അതാണ് ഇത്രയും നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നത്. പിന്നെ എല്ലാ അമ്മമാർക്കും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടുകയാണെങ്കിൽ അവർക്ക് 100 കൂട്ടം ജോലിയായിരിക്കും. മേ ബി കറങ്ങാൻ പോകാൻ പോലും നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരിക്കും. കാരണം മക്കളുടെ കാര്യം, ഫാമിലി കാര്യങ്ങൾ, അതിനിടയിൽ ക്ലാസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കുറച്ച് പാഷൻസ് കാണുമല്ലോ, ആ പാഷൻ. അപ്പോൾ അതിനെല്ലാം നമുക്ക് എല്ലാത്തിനും നമ്മൾ എന്താ പറയുക, മെജോറിറ്റി നമുക്കുള്ള ടൈം നമ്മൾ കണ്ടെത്തുക. കാരണം നമുക്ക് ടൈം കണ്ടെത്താതിരുന്നാൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയൊക്കെ ജീവിക്കുക. അതിനിടയിൽ നമ്മുടെ കുറേ ഇഷ്ടങ്ങളുണ്ടല്ലോ, ആ ഇഷ്ടങ്ങളും നമ്മൾ നിറവേറ്റാനായിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും നമുക്കൊരു ദിവസം ആ ഒരു വിജയം കൈവരിക്കുക എന്നുള്ളൊരു ദൃഢനിശ്ചയം എനിക്കുണ്ട്, ഉറപ്പായിട്ട് എനിക്കുണ്ട്. കാരണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2021 തുടങ്ങിയതാണ് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ. ആ ചാനൽ തുടങ്ങി ഇടയ്ക്ക് കുറേ നാൾ വീഡിയോ ഇടാതിരുന്നു, വീഡിയോസ് ഒന്നും പറ്റാതിരുന്നു, അങ്ങനെ മടിയായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഷോർട്സ് എങ്കിലും, ഒന്നുകിൽ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് എങ്കിലും ഞാൻ വീഡിയോസ് ഇടുന്നത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ. അപ്പം നമ്മുടെ മൈൻഡിനെയും കൂടെ നമ്മൾ പഠിപ്പിക്കുക. നമുക്ക് വേണം, നമുക്ക് ചെയ്യണം, നമുക്ക് അവിടെ എത്തണം, ആ ഒരു പൊസിഷനിൽ എത്തണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരും നമുക്കൊരു തടസ്സമേ അല്ല കേട്ടോ. പിന്നെ ഇതാ രാവിലത്തെ നല്ല ചൂട് ചായ കൂടെ ആയി. അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഈ ഒരു ചൂട് ചായയോടുകൂടി ഞാൻ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈവനിങ് ടു മോർണിംഗ് റുട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ധൈര്യം. താങ്ക് യു ഓൾ.